ഇന്നല്ലാഹ യുദാഫിഉ അലല്ലദീന ആമനൂ. ഉദീയത്തെല്ലാം കൊണ്ട് വർത്താലേ ഗുണം എന്താണെന്നറിയോ? ദുനിയാവിൽ ഇറങ്ങിയിട്ടുണ്ടാവൂല. പ്രയാസങ്ങള്, പ്രതിസന്ധികള്, ബുദ്ധിമുട്ടുകള്, ആകുലതകള്, വ്യാകുലതകള്, വേദനകള്, ലാഹിരിയായ, ബാത്തിനിയായ, റൂഹാനിയായ, ജിസ്മാനിയായ, അഫാരീത്തുപരമായ, കൊടുമ്പിരി കൊള്ളുന്ന ശൈത്വാനിയത്തുപരമായ, കണ്ണേറുപരമായ, സിഹുറുപരമായ, അങ്ങനെ സഫറിലെ ഒടുവിലിറങ്ങുന്ന നുഹാസാത്തുപരമായ ഈ ദുനിയാവിൽ അങ്ങനെ മനുഷ്യന്മാരെ കൊണ്ടുള്ള ഇടങ്ങേറുകൾ, അങ്ങനെ ഏത് ഇടങ്ങേറുകളൊട്ടോ ഉദ്ഹിയത്ത് കാരണമാണ്. ഇതിനെ 20ഓളം മുഫസ്സിറുകൾ വിശദീകരിക്കുമ്പോൾ കൊണ്ടുവരുന്നത് ഒരു സൂറത്താണ്. ഏതാണ് ആ സൂറത്ത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ. മുത്തുനബിക്കെതിരെ പ്രതിസന്ധി തീർന്നു വന്ന ആളാണ്. വംശനാശം സംഭവിച്ചു എന്ന ആരോപണം പറഞ്ഞപ്പോൾ ഖുർആൻ അതിനെ ഗണ്ണിച്ചിട്ടിറക്കാൻ നബിയെ എന്തിനാ വേദനിക്കണത്? അഹ്ലുബൈത്ത് സമൃദ്ധമായ സമൃദ്ധമായ ഒരു സന്താന പരമ്പരയെ ഞാൻ തന്നിട്ടില്ലേ? ലോകത്തുള്ള സമൃദ്ധി മുഴുവൻ അങ്ങേക്ക് തന്നിട്ടില്ലേ? ഹൗദുൽ കൗസർ ഞാൻ അങ്ങേക്ക് തന്നിട്ടില്ലേ? എല്ലാം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അതുകൊണ്ട് നബിയെ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ, ഫസ്സല്ലി, നിങ്ങൾ നിസ്കരിക്ക്. ആ നിസ്കാരം ഏതാണെന്ന് അതാ തങ്ങളുടെ അഭിപ്രായം, ഇക്രിമ തങ്ങളുടെ അഭിപ്രായം, ഖതാദ തങ്ങളുടെ അഭിപ്രായം, ശൗകാനി ഇമാമ് അവിടെ തഫതഹുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അൽ മുറാദു സ്വലാത്തുൽ ഈദ്. അങ്ങേക്കെതിരെ പ്രതിസന്ധി തീർത്തിട്ട് ആരെങ്കിലും കടന്നു വരുമ്പോ ഫസ്സല്ലി, നിങ്ങൾ പെരുന്നാൾ ബലിപെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചോളൂ. എന്നിട്ട് വൻഹർ, നിങ്ങൾ ഉദ്ഹിയത്ത് കർമ്മം നിർവഹിച്ചോളൂ. എന്നിട്ടാണ് അല്ലാഹു അങ്ങനെ ചെയ്താൽ ഇന്ന ശാനിഅക ഹുവൽ അബ്താർ, ഒരു ദിവസം അവരോ ഉള്ള ഹുബ്ബിനു തുല്യതാ, ഒരു വർഷമുള്ള ഇബാദത്തു നിൽക്കാത്തതാ എന്നു പറഞ്ഞ അഹ്ലുബൈത്തിന്റെ സമൃദ്ധമായ സന്താന പരമ്പരയെ കൊണ്ട് അങ്ങയെ ബഹുമാനിച്ച ഞാനിതാ നിങ്ങൾ പെരുന്നാൾ നിസ്കരിച്ച് അങ്ങയെ വംശനാശം നേരിട്ടവനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വന്ന ആ മനുഷ്യനെതിരെ അള്ളാഹു തന്നെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. നബിയെ വേദനിക്കേണ്ട, സമൃദ്ധമായ എല്ലാം നൽകുന്നു. നിങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചോളൂ. വൻഹർ, എന്നിട്ട് നിങ്ങൾ ഉദ്ഹിയത്തിനറുത്തോളൂ. എന്നിട്ടോ നിങ്ങൾ എന്ത് ചെയ്തോ? പിന്നെ ഞാൻ ഏറ്റെടുത്തു നിങ്ങൾക്കെതിരെ വരുന്ന അവനക്കെതിരെ ശക്തമായ മുന്നേറ്റം നയിക്കാൻ. അല്ല ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനിക്ക് നേരെ അല്ല പറയാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എടാ എന്റെ ഹബീബായ പുന്നാര മുത്തുനബിയുടെ സന്താനം മറ്റുപോയവനെന്ന് നീ പരിഹസിച്ചോ? നീയാണ് വംശനാശം സംഭവിച്ചവൻ. അതുകൊണ്ട് ഉപ്പമാരെ, മുത്തുനബിയെ അല്ലാഹു കാത്തത് ഉദ്ഹിയത്ത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറാൻ, രോഗങ്ങൾ നീങ്ങിക്കിട്ടാൻ, വേദനകൾ തീർന്നു കിട്ടാൻ, മുസ്ലിമായി മരിക്കാൻ, യഥാർത്ഥ മില്ലത്തു ഇബ്രാഹിമിന്റെ ഉടമകളായി മാറാൻ. ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ഈ വിനീതം ദുആ ചെയ്യുമ്പോ ആ ദുആയിൽ പോലും പറഞ്ഞത് അസ്ബഹ്നാ അലാ ഫിത്റത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദ് വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം. ഓരോ മുസൽമാന്റെ പ്രഭാതവും മില്ലത്തു ഇബ്രാഹിമിലാകണോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹങ്ങളുടെ കവാടം തുറന്നു തരും. അതുകൊണ്ട് പുത്തൻപള്ളിയില് ഒരു മൊബൈൽ ഉപയോഗിക്കുന്നവൻ അവന്റെ വില ആലോചിച്ചാൽ മതി. അലമാര തുറന്നിട്ട് ഒരു കൊല്ലം ജീവിക്കാനുള്ള വസ്ത്രം നമ്മുടെ കുടുംബത്തിനുണ്ട്. അടുക്കളയിലേക്ക് സ്റ്റോറിലേക്ക് കയറിയാൽ ഒരു ദിവസം പെരുന്നാളിന്റെ ദിവസമല്ല,
ഇനി വേണമെങ്കിൽ 2-3 മാസക്കാലം കഴിഞ്ഞുകൂടാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിലും സ്റ്റോറിലുമുണ്ട്. പിന്നെ എങ്ങനെയാണ് പുത്തൻപള്ളിയിലെ കടത്തിന്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതയുടെ പേര് പറഞ്ഞിട്ട് ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? അങ്ങനെ മാറി നിന്നാൽ മരണസമയം യഹൂദിയായി പോകുമല്ലോ, നസറാണിയായി പോകുമല്ലോ. മരിക്കേണ്ടത് കലിമ ചൊല്ലുന്ന മുസൽമാനായിട്ടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കുക, വീട്ടിൽ ചെന്ന് ആലോചിക്കുക. എല്ലാവരും ഈ കൊല്ലം ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് നിങ്ങളെല്ലാവരും ഒത്തുകൂടുക. അതിന് ഞങ്ങളെ ഒറ്റയടിക്ക് 10,000-12,000 രൂപ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ഈ കൊല്ലം മുതല് ഞാനൊരു സജഷൻ പറയാണ്, നിങ്ങൾക്കൊണ്ട് കഴിയുമെങ്കിൽ പള്ളി കമ്മിറ്റിയൊക്കെ ആലോചിച്ച് അങ്ങനെ ആക്കിയാൽ ഒരു ഉദ്ഹിയ്യത്ത് ചിട്ടി നിങ്ങൾ ഈ ദുൽഹിജ്ജയ്ക്ക് ശേഷം തുടങ്ങി വെച്ചാൽ ആ സമയമാകുമ്പോൾ നമ്മളറിയാതെ തന്നെ ഉദ്ഹിയ്യത്ത് ആക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഹൃദയം പിടയ്ക്കേണ്ടതില്ല. നമ്മുടെ സ്ഥാപനം മൗലവി അക്കാദമിയിൽ അങ്ങനെ ഒരു പരിപാടിയാണ്. ദുൽഹിജ്ജ മുതൽ സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിലേക്ക് 7 ആൾ കൂടി മൃഗത്തിനാർക്ക് ഒരു ഷെയർ 1000 രൂപ, മാസത്തിൽ ഒരു 1000 രൂപ ആ കൃത്യസമയത്ത് വിളിക്കുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മാസത്തിൽ ഒരു 1000 രൂപ മാറ്റി വയ്ക്കാൻ നമുക്ക് പ്രയാസമില്ല. 12ാമത്തെ മാസമാകുമ്പോൾ ദുൽഹിജ്ജ ആവുകയും ചെയ്യും. ഈ അക്കൗണ്ടിൽ എന്താവും? 12,000 രൂപ ഉണ്ടാവും. 7 ആളുടെ 12,000 രൂപ ആവുമ്പോൾ അത്ര വലിയ മൃഗത്തിനെ വാങ്ങിച്ചിട്ട് നമുക്ക് അറക്കാനും കഴിയും. അപ്പൊ പിന്നെ ഇതൊരു പ്രയാസമില്ലാത്ത രൂപത്തിലായി കൊടുക്കാൻ പള്ളി പരിപാലിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധാലുക്കളായാൽ അടുത്ത കൊല്ലമൊക്കെ ഉഷാറായ ഉദ്ഹിയ്യത്ത്. ഇപ്പൊ ഈ കൊല്ലം എത്ര ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ നമ്മുടെ ചെറിയ സ്ഥാപനമായിട്ട് ഒരു മഹല്ലായിട്ട് ഇപ്പൊ ഞാൻ ഇടുക്കി ജില്ലയുടെയൊക്കെ മലയോര പ്രദേശങ്ങളിൽ അത് എത്തിച്ചു കൊടുത്തിട്ട് ഈ തീരെ കിട്ടാത്തവരിലേക്ക് എത്തിക്കാമെന്ന് കരുതി ആ പദ്ധതി കൊല്ലം ആ രൂപത്തിലാക്കിയിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ എല്ലാവരും പങ്കാളികളാകും.